ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 6-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം മുതൽ. പ്രത്യേകാത്മസ്വരൂപേണ ദൃശ്യരൂപേണ ച സ്വയം വ്യാപ്യ വ്യാപകനിർദ്ദേശ്യോ ഹ്യനിർദ്ദേശ്യോ വികൽപ്പിതഃ. പ്രത്യേക ആത്മസ്വരൂപേണ ദൃശ്യരൂപേണ ച സ്വയം വ്യാപ്യ വ്യാപക നിർദ്ദേശ്യോ ഹി അനിർദ്ദേശ്യോ വികൽപ്പിത. അനിർദ്ദേശ്യ അവികൽപ്പിത എന്നാണ്. അപ്പോൾ ഹി അനിർദ്ദേശ്യോ വികൽപ്പിത ഒന്നിച്ച് വായിക്കാം. കേവലാനുഭവാനന്തർ സ്വരൂപ പരമേശ്വര. സ്വരൂപ പരമേശ്വര, കാരണം എന്താ, സ്വരൂപ കഴിഞ്ഞിട്ടൊരു വിസർഗം ഉള്ളതുകൊണ്ട് പാ ഇരട്ടിച്ച് ഉച്ചരിക്കണം. അപ്പോൾ ഇങ്ങനെ വായിക്കാം. കേവലാനുഭവാനന്ദ സ്വരൂപ പരമേശ്വര മായയാ അന്തർഹിത ഐശ്വര്യ. മായയാ അന്തർഹിത ഐശ്വര്യ. മായയാന്തർഹിത ഐശ്വര്യ ഈയതേ ഗുണസർഗയാം. ഹി അനിർദ്ദേശ്യോ വികൽപ്പിത. ഹി അനിർദ്ദേശ്യ, നിർദ്ദേശിക്കപ്പെടുവാൻ പറ്റാത്തതും വിഷയം വികല്പത്തിന് ഒന്നിനും വിഷയമല്ലാതിരിക്കുന്ന എങ്കിലും പ്രത്യേക ആത്മസ്വരൂപനായാലും സ്വയം ദൃശ്യരൂപേണ സ്വയം ദൃശ്യരൂപമായിട്ടും വ്യാപ്യ വ്യാപക നിർദ്ദേശ്യ എന്നുവെച്ചാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനെന്നും വ്യാപകനെന്നും നിർദ്ദേശിക്കപ്പെടുവാൻ യോഗ്യനായിട്ടും കേവലാനുഭവാനന്ദ സ്വരൂപ, കേവലമായും അനുഭവം ആത്മകമായിരിക്കുന്ന ആനന്ദമാകുന്ന, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. ആ ആനന്ദ സ്വരൂപനോട് കൂടിയ പരമേശ്വരൻ ഗുണസർഗയ, ഗുണങ്ങളുടെ സൃഷ്ടിയോട് കൂടി എന്താ ഉള്ളത്, കൂടിയ മായയാൽ അന്തർഹിത ഐശ്വര്യ, മറയ്ക്കപ്പെട്ട ഐശ്വര്യത്തോട് കൂടിയവനായിട്ട് ഈയതേ കാണപ്പെടുന്നു. ഒന്ന് മാത്രമേ ഉള്ളുവെങ്കിൽ, അതായത് കാണുന്നവൻ ഒരാളിനെ മാത്രമേ കാണുന്നുള്ളൂവെങ്കിൽ കാണപ്പെടുവാൻ യോഗ്യ പദാർത്ഥം അനുഭവിക്കപ്പെടുവാൻ യോഗ്യമായ വസ്തു എന്നിങ്ങനെ ബഹുവിധ ഭേദങ്ങൾ ലോകത്തിൽ കാണപ്പെടുന്നത് എങ്ങനെയുള്ളതാണ്, അതെന്താ അങ്ങനെയെന്ന്. പല രൂപത്തിൽ ഒന്നേ ഉള്ളെന്ന് പറയുന്നുമുണ്ട്, പല രൂപത്തിലാണ് കാണുന്നതും, പല രൂപത്തിലാണ് നമ്മളെ കാണുന്നതും നമ്മൾ കാണുന്നതും. അപ്പോൾ എങ്ങനെയാണ് വ്യവഹാരത്തിന് വിഷയം, അതിൻ്റെ ഉത്തരമായിട്ട് പറയുകയാണ് ഇത്. ദ്രഷ്ടാവ് ഭോക്താവ്, കാണുന്നവൻ അത് കാണിക്കുന്നവൻ എന്നുള്ള ആ വ്യവഹാരത്തിനും ദേഹത്തിൻ്റെ ഇന്ദ്രിയാദി ഭാവനിമിത്തം ദൃശ്യം വ്യാപ്യം എന്നുള്ള സംജ്ഞകൾക്കും എന്നുള്ള ആ ഒരു പ്രയോഗത്തിനും വിഷയീഭൂതനായിരിക്കുന്നു. ദേഹാദികളെ സൃഷ്ടിക്കുന്നതിന് ഈ 3 ഗുണം ആത്മകമായ മായ കാരണമാണ്. ഈ നമ്മുടെ സൃഷ്ടി, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് 3 ഗുണങ്ങളും കൂടെ ചേർന്നതാണ്. എന്താ, സത്വം രജസ് തമസ് അല്ലേ. അപ്പോൾ ആ 3 ഗുണങ്ങളും കൂടെ ചേർന്ന് നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവത്തിലും ആ 3 ഗുണങ്ങളും കാണും. സത്യമായി പറഞ്ഞാൽ, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറഞ്ഞാൽ, പരിപൂർണവും അതുപോലെ അനുഭവം കൊണ്ട് ആത്മാവിനെ അനുഭവിക്കുന്നതുമായ ആനന്ദം മാത്രമാണ്, വെറും സന്തോഷം. അത് മാത്രമാണ് ഈ ഭഗവാന്റെ സ്വരൂപം. ഈശ്വരൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ സന്തോഷം, ആനന്ദം. അത് സച്ചിദാനന്ദ രൂപം ആണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്? നമ്മൾ മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭേദഭാവം തോന്നുന്നു. നമ്മൾക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. മായ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ കാര്യം ഒരു വലിയ പ്രശ്നമാണ്. ഈ മായ 2 വാക്കേ ഉള്ളെങ്കിലും അതുകൊണ്ട് നമുക്ക് സ്വരൂപത്തിനെ അറിയാം. നമുക്ക് ജനിക്കുന്നതിന് മുമ്പ് ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ സ്വരൂപത്തിനെ അറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ വെളിയിൽ വന്നു കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ശരീരം ഞാനാണ്, എൻ്റേത് ശരീരം ഞാനാണെന്ന് ഭാവം, ഞാനെന്ന് എവിടെ വന്നോ അതിൻ്റെ കൂടെ എൻ്റേതും ഉണ്ടല്ലേ. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മകൻ, എൻ്റെ കുഞ്ഞുമകൻ, ഇങ്ങനെ പോകുന്നു ബന്ധങ്ങളുടെ മായ. അല്ലാത്തതോ കാണുന്ന വസ്തുക്കൾ, ആ ചെടി, ഈ ചെടി, മാങ്ങ, തേങ്ങ,
പ്ലാവ്, ചക്ക, ഇങ്ങനെ ഓരോന്നിനും ഓരോ ഭാവങ്ങൾ, ഓരോ പേരുകൾ നമ്മൾ കൊടുത്തിരുന്നു. സത്യത്തിൽ എന്താ ഉള്ളത്? ഒന്നേ ഉള്ളൂ എന്നാണ് ഈ പറയുന്നത്. ഈ ഇത് അദ്വൈതം അല്ല, അത് തന്നെ അദ്വൈത സിദ്ധാന്തങ്ങളിനകത്തെ ഒരു വലിയ വേദാന്തമാണ് ഈ പറയുന്നത്. അത് നമുക്കത്ര രുചിക്കണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ വാക്കുകൾ കൊണ്ട് നമുക്കത് സമർത്ഥിക്കാൻ പറ്റും. ഉദാഹരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഇത് സമർത്ഥിക്കപ്പെടുന്നത്. എന്ത്? ഈ തത്വം, ഈശ്വരനും ഞാനും ഒന്നാണ് എന്നുള്ള തത്വം നമുക്ക് സത്യമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഉദാഹരണങ്ങളെ ആശ്രയിക്കുന്നു. ഉദാഹരണങ്ങൾ പലതുണ്ട്. അത് അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോ രീതിയിൽ ഉദാഹരണങ്ങളെ കൊണ്ട് ഈ മായയെ വർണ്ണിക്കുന്നു. മായയാണ് നമുക്ക് തടസ്സം നിൽക്കുന്നത്. ആ മായയാണ് ഈ പ്രപഞ്ചം. സത്യത്തിൽ നമ്മളുടെ കണ്ണിൽ ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നത് മായയാണ്. പ്രപഞ്ചത്തിലെല്ലാം ഉൾപ്പെടും, നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടും. അതാണല്ലോ യശോദാമ്മയെ കാണിച്ചു കൊടുത്തത്. വാ തുറന്ന് നിൽക്കുന്നതും ആ വായിൽ കാണുന്ന ഭഗവാനെ കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. യശോദയുടെ കണ്ണിന് വേദ്യമാക്കുന്നുണ്ട് ഭഗവാൻ ആ കഥയിൽ. അപ്പോൾ ഭഗവാൻ സർവത്തിൻ്റെ നിയന്താവാണ്, ആത്മസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്, സത്താണ്. ഇതെല്ലാം ആനന്ദ സ്വരൂപം. അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ ഭഗവാന്റെ കയ്യിൽ. ഈ മായ കൊണ്ട് നമുക്കിത് നമ്മളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഈ ശരീരമാണെന്ന് തോന്നുന്നു. ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എൻ്റേത് വരുന്നു. എൻ്റേത് വരുമ്പോഴാണ് നമുക്ക് എൻ്റേതിനോടുള്ള അടുപ്പം, എൻ്റേതിനോടുള്ള ഒട്ടലാണ് നമ്മളെ ദുഃഖത്തിന് കാരണമാക്കുന്നത്. ആ എൻ്റേതെന്നുള്ളത് അങ്ങ് എടുത്തു കളഞ്ഞാൽ അവിടെ ദുഃഖമില്ല. ഒരു കഥ കേൾക്കുന്ന പോലെ നമ്മളുടെ കഥ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സാധിക്കണം. എന്തിനെ? മറ്റുള്ളവരോടല്ല, നമ്മുടെ മനസ്സിനോട്. അതിനെ നമ്മൾ നമ്മുടേത് എന്ന് ഉള്ള ചിന്ത വിട്ടിട്ട് അത് എൻ്റേത് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ദുഃഖം വരുന്നത്. എൻ്റേതല്ല എന്നുള്ള ചിന്ത എന്നുള്ള ഇത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന ഏത് ദുഃഖവും തീരും. കാരണം ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ, ഞാൻ ഈ ശരീരമാകുന്നത് ഞാനാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് എൻ്റേത് അവിടെ വന്നത്. എൻ്റേതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ സന്തോഷത്തിനും സന്താപങ്ങൾക്കും കാരണമാക്കുന്നു. എൻ്റെ അടുക്കള, എൻ്റെ വിളക്ക് എന്ന് വരുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അത് എൻ്റേതാകുമ്പം നമുക്കതിന് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ സങ്കടവും അതിനെന്തെങ്കിലും ശ്രേയസ് ഉണ്ടായാൽ സന്തോഷവും വരുന്നു. അപ്പോൾ എൻ്റേത് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷവുമില്ല, സങ്കടവുമില്ല. ആ പരമ ആനന്ദ സ്വരൂപമായിട്ടിരിക്കാൻ പറ്റും. ഇതൊക്കെ പറയാം കേട്ടോ, വാക്കുകൾ കൊണ്ട് പറയാമെന്നേ ഉള്ളൂ. ഇത് പ്രാവർത്തികമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. തസ്മാ സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം ആസുരം ഭാവമുന്മുച്യ യയാ തുഷ്യതി അധോക്ഷജ. തസ്മാ സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം ആസുരം ഭാവമുന്മുച്യ യയാ തുഷ്യതി അധോക്ഷജ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് ആർക്ക്? ആസുര കുട്ടികൾക്ക് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. തസ്മാത്, അത് കാരണമായിട്ട് സർവേഷു ഭൂതേഷു, സർവഭൂതങ്ങളിലും എന്ത് കാണുന്നു? ആസുരഭാവത്തെ, ക്രൂര സ്വഭാവത്തെ നിങ്ങൾ ഉന്മുച്യ, മൂലത്തോടുകൂടെ വേരോടെ പിഴുതു കളഞ്ഞിട്ട് സൗഹൃദം, സ്നേഹത്തിൻ്റെയും ദയയുടെയും കരുണയുടെയും ഒക്കെ ആ കാര്യം കരുതുക, അത് ചെയ്യുക. യാതൊന്നിനാൽ അധോക്ഷജ, ഈ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതിരിക്കുന്ന പരമാത്മാവിനെയാണ് അധോക്ഷജൻ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതിരിക്കുന്നത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നിനെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നായ ആ പരമാത്മാവ് തുഷ്യതി, സന്തോഷിക്കുന്നു. ആ ആത്മാവിന് ഈ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമില്ല. ആ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല അത്, ആ പരമാത്മാവിന് അത് സന്തോഷിച്ചിരിക്കുന്നു. തുഷ്ടേജ തത്ര കിമലഭ്യമനന്ത ആദ്യേ കിം തൈർഗുണവ്യതികരാതിഹയേ സ്വസിദ്ധാഃ ധർമാദയ കിമഗുണേന ച കാംക്ഷിതേന സാരം ജുഷാം ചരണയോരുപഗായതാം നഃ. തുഷ്ടേജ തത്ര കിമലഭ്യമനന്താദ്യേ കിം തൈർഗുണവ്യതികരാതിഹയേ സ്വസിദ്ധാ ധർമാദയ കിമഗുണേന ച കാംക്ഷിതേന സാരം ജുഷാം ചരണയോരുപഗായതാം നഃ. അപരിച്ഛിന്നനും ആദ്യമേ ഉണ്ടായവനും ആ ഭഗവാൻ തുഷ്ടനായിരിക്കുമ്പോൾ നലഭ്യം കിം,
ലഭ്യമല്ലാത്തത് എന്തിരിക്കുന്നു, ലഭ്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് എന്തിരിക്കുന്നു. ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ ഗുണവ്യതികരാതെ ഗുണങ്ങളുടെ കൂട്ടം കാരണമായിട്ട് ഗുണങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു സാന്നിധ്യം ഹേതുവായിട്ട് സ്വതസിദ്ധങ്ങളായ ധർമാദികളെ യാതൊന്നോ അവയാൽ എന്ത് ഫലം, ധർമാദികൾ എന്തായാൽ എന്ത് ഫലം. പാദങ്ങളുടെ സാരത്തെ സേവിക്കുന്നവരും ഉപഗായതാം സമീപത്തു നിന്ന് ഗാനം ചെയ്യുന്നവരുമായ നമ്മൾക്ക്, അതായത് ഭഗവാന്റെ പാദം ഉപാസിക്കുന്നവർക്കും ഭഗവാന്റെ ഗുണങ്ങളെ ഗാനം ചെയ്യുന്നവരും ആയ നമ്മൾക്ക് കാംക്ഷിക്കപ്പെടുന്ന ആ ഗുണം കൊണ്ടും എന്ത് ഫലം, അത് പ്രത്യേകിച്ച് ഒരു ഫലവുമില്ല ഒന്നിനും. ധർമാർത്ഥകാമയിതിയോ ഭിഹിത സ്ത്രീവർഗ ഈക്ഷാത്രയേ നയതമൗ വിവിധാ ച വാർത്ത മന്യേ തദേതദഖിലം നിഗമസ്യ സത്യം സ്വാത്മാർപ്പണം സ്വസുഹൃദ പരമംസ്യ പുംസഃ. ധർമാർത്ഥകാമയിതിയോ ഭിഹിത സ്ത്രീവർഗ ഈക്ഷാത്രയേ നയതമൗ വിവിധാ ച വാർത്ത മന്യേ തദേതദഖിലം നിഗമസ്യ സത്യം സ്വാത്മാർപ്പണം സ്വസുഹൃദ പരമസ്യ പുംസഃ. അതൊരു ത്രിവർഗം ഈ അഭിഹിത പറയപ്പെട്ടിരിക്കുന്നു. ഈ ആത്മവിദ്യ ത്രയീ കർമ്മവിദ്യ നയദമൗ തർക്കശാസ്ത്രവും ദണ്ഡനീതി, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് പറയാം. സ്വാത്മാർപ്പണം, ആത്മനിവേദനം, ഇതിനൊക്കെ ധർമാദികളും പുരുഷാർത്ഥങ്ങളാണെന്ന് വേദം ധരിച്ചിരിക്കെ അവയെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ന്യായമോ എന്ന ശങ്ക തീർക്കുകയാണ്. ഇതിൽ ധർമ്മമർത്ഥം കാമം മോക്ഷം ഇത് പുരുഷാർത്ഥങ്ങളാണെന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലും വേണ്ട എന്ന് വയ്ക്കുന്നത്, അതൊന്നും വേണ്ട, ഭഗവാനിൽ ചേരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒരു ന്യായമായിട്ട് പറയുന്നതേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ, മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൽ. 27 ജ്ഞാനം തദേതമലം ദുരവാപമാഹ നാരായണോ നരസഖ കില നാരദായ ഏകാന്തിനാം ഭഗവതസ്തദകിഞ്ചനാനാം പാതാരവിന്ദരജസാപ്ലുതദേഹിനാം സ്യാത്. എന്നോട് വായിക്കാം. ജ്ഞാനം തദേതമലം ദുരവാപമാഹ നാരായണോ നരസഖ കില നാരദായ ഏകാന്തിനാം ഭഗവതസ്തദകിഞ്ചനാനാം പാതാരവിന്ദരജസാപ്ലുതദേഹിനാം സ്യാത്. മനുഷ്യൻ്റെ സുഹൃത്തായ നാരായണ ഋഷിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദുരവാപം എന്ന് പറഞ്ഞാൽ കിട്ടാൻ പ്രയാസമുള്ള ആ മലം, പരിശുദ്ധവുമായ ആ മലം എന്ന് വെച്ചാൽ മലം എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തത്, അതായത് പരിശുദ്ധവുമായ ആ ജ്ഞാനത്തെ നാരദനായിക്കൊണ്ട് ആ ഹക്കിൽ ഉപദേശിച്ചുവല്ലോ. ഭഗവാന്റെ പാതാരവിന്ദരജസ എന്ന് വെച്ചാൽ പാദം പതിഞ്ഞ പൊടിയാൽ ആപ്ലുതദേഹിന സ്നാനം ചെയ്യപ്പെട്ടവർ, അത് ആ പൊടി കൊണ്ട് സ്നാനം ചെയ്യപ്പെട്ടവരും അകിഞ്ചനാന എല്ലാം വേണ്ടെന്ന് വെച്ചത്, അകിഞ്ചനൻ എനിക്കൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഏകാന്തിന ഒന്നിലും പെടാതെ അന്തരംഗ എന്ന് വെച്ചാൽ തൻ്റെ മനസ്സിനോട് മാത്രം സമ്മതിക്കുന്ന അന്ധക്കരണത്തോട് കൂടിയവൻ, തന്നോട് മാത്രം സംസാരിക്കുന്നതെന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനോട് മാത്രമേ സത്യവാദി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന അവർക്ക് ആ ഒരു ഭാവം നമുക്കുണ്ടാകും. ശ്രുതമേതന്മയാ പൂർവം ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദാത് ദേവദർശനാത്. അതുകൊണ്ട് ഈ നാരായണ മഹർഷിയുടെ ശിഷ്യനായ നാരദമുനി അനുഭവസഹിതമായ ഈ ജ്ഞാനത്തെയും ഈ അറിവിനെയും ദുഷ്ടമല്ലാത്ത പരിപാവനമായ, അത് വേറെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യമാണ്. എന്താ? ശ്രവണ കീർത്തനാദി സഹിത ഭജനധർമ്മത്തെ എല്ലാം ഉപദേശിച്ചു. മഹാത്മാവായ ശ്രീ നാരദമുനിക്ക് ഈശ്വര സാക്ഷാത്കാരമുള്ളതുകൊണ്ട്, സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അനുഭവമുള്ളതുകൊണ്ട്, നേരിട്ടുള്ള അനുഭവമുള്ളതുകൊണ്ട് അദ്ദേഹം ചെയ്ത ഉപദേശം എന്നിൽ പ്രതിഫലിച്ചു, ശരിക്കും തെളിഞ്ഞു കണ്ടു. കാരണം ആ ഗുരു അത്രയ്ക്ക് കേമനായിരുന്നതുകൊണ്ട് എൻ്റെ ഉള്ളിലും അത് വൃത്തിയായിട്ട് തെളിഞ്ഞു വന്നു. കണ്ടയാളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനൊരു
ഒരു തടസ്സവുമില്ലാതെ അതിലൊരു അടിവരയിട്ട് പറയുക, ഊന്നി പറയുക എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞത് പരമസത്യമാണെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമായി. ഗുരുവൈഭവം നിമിത്തം ഈ ഉപദേശം സഫലമായി വരികയുള്ളൂ. ഒരു ഗുരുവിൻ്റെ ഉപദേശം നിമിത്തമേ ഈ കാര്യങ്ങളൊക്കെ ഫലവത്തായി മാറുകയുള്ളൂ എന്നും കൂടെ പ്രഹ്ലാദൻ പറഞ്ഞു. എൻ്റെ ഗുരു ആരാണെന്ന് ഇപ്പോൾ എന്താ അത് സ്പഷ്ടമല്ലാതെ അസ്പഷ്ടമായിട്ട് ഇവിടെ പ്രഹ്ലാദൻ ഈ കുട്ടികളോട് പറഞ്ഞു. ആരാണ് ഗുരു? തൻ്റെ ഗുരു നാരദരാണ് എന്ന്. നാരദരെ കവിഞ്ഞൊരു ഗുരു വേറെയുണ്ടോ? പരമഭക്തനായ നാരദൻ ഭഗവാന്റെ പരമഭക്തനാണ്. അതുകൊണ്ട് ഭഗവാനെ എന്തും ചെയ്യാം. ഭഗവാനെ ഒരു കളിപ്പാട്ടമായിട്ട് കളിക്കാൻ ഭഗവാൻ നിന്ന് കൊടുക്കും. ആർക്ക്? നാരദർക്ക്. അതല്ലേ ഗൃഹസ്ഥാശ്രമം കാണാൻ വരുന്ന ഭഗവാനെ നാരദരെ പ്രലോഭിപ്പിച്ച് വിടുന്നത്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഓരോ ഗൃഹത്തിൽ 16,008 ഭാര്യമാരുള്ള ഭഗവാൻ ഓരോ വീട്ടിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നാരദർ കാണുന്നത്. അപ്പോൾ നാരദർക്ക് അത് കാണിച്ചു കൊടുക്കാൻ തൻ്റെ ലീലകൾ ആടിയ ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ഒരു ഭക്തദാസനാണെന്ന് പറയുന്നത് തെറ്റില്ല അല്ലേ? ആ ഭഗവാന്റെ അത്രയ്ക്കും പ്രിയപ്പെട്ട ശിഷ്യനായ നാരദരാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും തെറ്റില്ല എന്ന് ഈ അസുരക്കുട്ടികളോട് പ്രഹ്ലാദൻ പറയുന്നു. ദൈത്യപുത്ര ഊജു. അപ്പം പ്രഹ്ലാദ വിളിക്കുക. പ്രഹ്ലാദ ത്വം വയം ചാപി നർത്തേന്യം വിദ്മഹേ ഗുരും യഥാഭ്യാം ഗുരുപുത്രാഭ്യാം ബാലാനാമപീഹീശ്വരൗ. അല്ലയോ പ്രഹ്ലാദ, നീയും ഞങ്ങളും ഏതാഭ്യാം ഗുരുപുത്രാഭ്യാം, ഈ ഗുരുപുത്രന്മാരെ കൂടാതെ അന്യനായ ഗുരുവിനെ ന വിദ്മഹെ അറിയുന്നില്ല. നമ്മൾ ഈ ചണ്ടാമർക്കന്മാർ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. വേറൊരു ഗുരുവിൻ്റെ കാര്യം നമ്മൾ കേൾക്കുന്നില്ല. ബാലന്മാരുടെ ഈശ്വരന്മാരും വേറെ ബാലന്മാരുടെ ഈശ്വരന്മാരും ഒന്നും ഈ കാര്യം അറിയുന്നില്ല. ദൈത്യപുത്രന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുക. ഈ 5 വയസ്സുള്ള പ്രഹ്ലാദന് നാരദനാണ് ജ്ഞാനോപദേശം ചെയ്തതെന്ന് കേട്ടപ്പോൾ അത് ഒരു കാര്യമില്ല, നമുക്ക് ഈ ഗുരു അല്ലാതെ വേറെ ഗുരു ഒന്നും ഉണ്ടായിട്ടില്ല, പിന്നെ തനിക്ക് എങ്ങനെ ഇത് കിട്ടി എന്ന് കുട്ടികൾ ചോദിച്ചത്. നമുക്ക് വേറെ ഒരു ഗുരു വരാനുള്ള കാര്യമൊന്നുമില്ല, 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അതിനിടയ്ക്ക് വേറെ ഗുരുവിനെ ഒന്നും കിട്ടിയിട്ടില്ല, താൻ എങ്ങനെ ഇതറിഞ്ഞു എന്ന് ഈ കുട്ടികൾ ചോദിക്കുക. ബാലസ്യാന്തപുരസ്തസ്യ മഹസംഗോ ദുരന്വയ ചിന്തിന സംശയം സൗമ്യ സ്യാത് ഛേദ് വിശ്രംഭകാരണം സ്യാത് ഛേദ് വിശ്രംഭകാരണം സ്യാത് ഛേദ് വിശ്രംഭകാരണം. അന്തഃപുരസ്തസ്യ അന്തഃപുരത്തിലിരിക്കുന്ന ബാലകന് മഹത് സംഘം മഹാന്മാരോട് സംസർഗം ചേർച്ചയായിരിക്കുന്നില്ല. അതൊരു ഇല്ല, മഹാത്മാക്കളുമായിട്ടുള്ള ചേർച്ച ഉണ്ടാക്കാൻ കഴിയില്ല. സൗമ്യമായ സൗമ്യ എന്ന് വിളിക്കുക, അല്ല നല്ല സ്വഭാവമുള്ളവനെ, സൗമ്യനായവനെ. വിശ്രംഭ കാരണം സ്യാത് ചെയ്ത്, ഈ വിശ്വാസത്തിന് കാരണമുണ്ടെങ്കിൽ ഞങ്ങളുടെ സംശയത്തെ ഛേദിച്ചു തന്നാലും എന്ന് ഈ ബാലകന്മാർ പറയുക. ഇനി ഇത് വേറൊരു ഗുരു ഉണ്ടാകാൻ കാര്യമില്ല, പിന്നെ ഇതെന്താണ് എന്നൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നാലും. ഓം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ സദ്വാസന നിരൂപണ പ്രകരണേ തയാ നിരൂപണം നാമ ഷഷ്ടോധ്യായഃ. ഹരി ഓം.